നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ലഞ്ച് കുക്കിങ്ങും അതുപോലെ കുറച്ച് ജോലികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വെള്ളമില്ലായിരുന്നു. പിന്നെ ഞാൻ മോട്ടർ ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ കൊയ്ത്ത് നടക്കുമായിരുന്നു. അപ്പോൾ രണ്ട് മൂന്നല്ല ഒരുപാട് മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാം കൊയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3-4-5 മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴാണ് നല്ല വെയിൽ, നല്ല ചൂടായതുകൊണ്ട് പിന്നെ ഞാൻ അകത്ത് കയറി വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വിറകെടുക്കാൻ പോകണം. അപ്പോഴാണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. വിറകിൻ്റെ ഇടയിൽ കടന്തലിൻ്റെ കൂടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ വന്ന് കൊത്തി, 2 കാലിലും കൊത്തി. ഒരു 7-8 സ്ഥലത്തൊക്കെ അത് കൊത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തു. കാലിന് എന്തോ ഒരു വേദനയല്ല, വേറെ എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു. 2-3 ദിവസം ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നീരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വേദന പോലെ എന്തോ ഒരു ഇത് ആയിരുന്നു. പിന്നെ എനിക്കൊരു തളർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ അടുപ്പത്താണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ വിറക് വേണം. അപ്പോൾ വിറകൊന്ന് വെട്ടിയെടുക്കുകയാണ്. വലിയ വലിയ വിറകുകളാണ് കിടക്കുന്നത്. അത് ഇങ്ങനെ വെട്ടിയെടുക്കുമെന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് ഞാൻ തപ്പിപ്പിടിച്ച് ചെറിയ വിറക് നോക്കിയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം വലിയ വിറകായിരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ വിറകൊക്കെ വെട്ടിയിട്ട് കഞ്ഞിക്ക് വെള്ളം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറികൾ എന്തെങ്കിലും വെക്കണം. അപ്പോൾ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വയമ്പാണ് കിട്ടിയത്. നമ്മുടെ ആറ്റിൽ നിന്ന് പിടിക്കുന്ന നമ്മുടെ ഒരു നെത്തോലിയുടെ ടൈപ്പിലുള്ള കുഞ്ഞു മീൻ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വാവേനൊക്കെ ഉണ്ടാവും സാരിയൊക്കെ കൊടുത്ത് വന്ന് നിൽക്കുന്നത്. ആൾ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വയമ്പ് അത് വൃത്തിയാക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. നമ്മൾ നെത്തോലി ഇരുന്ന് നുള്ളത്തില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷേ അത് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല. നെത്തോലി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ കൈകൊണ്ട് പറ്റില്ല. നമ്മുടെ പിച്ചാത്തി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് മീൻ ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാൻ ഈ മീൻ നമുക്ക് പീര വറ്റിക്കുന്ന പോലെയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ മേടിച്ച പച്ചമുളക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. നമ്മൾ 2 എടുത്തു കഴിഞ്ഞാൽ വാവയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വൃത്തിയാക്കിയതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുളക് പൊടി ഇടുന്നതിൻ്റെ വീഡിയോസ് അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അധികം മുളക് പൊടി ഇടുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത മീനിലേക്ക് ഈ അരപ്പിട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് കുറച്ച് സമയം ഒന്ന് ആ ഒരു വെള്ളം വറ്റുന്ന സമയം വരെ ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. പീര വറ്റിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മീനൊക്കെ അങ്ങനെ കുക്ക് ചെയ്താലേ നമുക്കൊരു ടേസ്റ്റ് അറിയാൻ പറ്റൂ. അപ്പോൾ അതവിടെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മീൻ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ. ആറ്റിൽ നിന്ന് പിടിക്കുന്ന മീൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് മുന്നേ വന്നപ്പോഴൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു ഈ ഒരു മീനൊക്കെ കഴിക്കാൻ. പിന്നെ ഇപ്പോഴേ ഞാൻ ഓക്കെ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തൂളി എന്ന് പറയുന്നൊരു മീനുണ്ട്, അതെനിക്കിഷ്ടമല്ല കേട്ടോ. അത് ഞാൻ കഴിച്ച് മടുത്തു. എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ഇതുപോലെ കണ്ടം വറ്റിച്ചപ്പോൾ നമുക്ക് ഒരു 2 ബക്കറ്റ് നിറയെ തൂളി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഇതിങ്ങനെ പൊരിച്ചും കറി വെച്ചും ഒക്കെ കഴിച്ച് അത് മടുപ്പായിപ്പോയി. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു മടുപ്പ് മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു മീൻ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ലഞ്ച് കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റൂം ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ കർട്ടനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കർട്ടനിൽ ആ ഒരു ഹോളില്ല, അവിടെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ അതൊക്കെ വെച്ചിട്ട് വേണ്ട ഇടാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. വാവനെ കാണിക്കാതെ ചെയ്യുകയാണ്. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എടുത്തെല്ലാം കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിണ്ടാതെയൊക്കെ നിന്ന് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ആൾ ഓടി വരും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കർട്ടനൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് തുണികളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പണിയെന്ന് വെച്ചാൽ ഞാനും അവയും കൂടി ആറ്റിൽ പോവും. അവിടെ പോയിട്ടാണ് തുണി കഴുകുന്നത്. എനിക്ക് മെഷീൻ ഇടുന്ന ഇപ്പം വലിയ താല്പര്യമില്ല. അതുപോലെ ഇവിടെ കല്ല്, നമ്മളെ ടെറസിൽ കല്ല് കിടപ്പുണ്ടായിരുന്നു ഇരുന്ന് കഴുകാൻ പറ്റുന്നത്. അത് അമ്മ എടുത്ത് പുറത്ത് ഇവിടെ താഴെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അവിടെ നല്ല വെയിലാണ്. അതുപോലെ ഇങ്ങനെ തറയിലിരുന്ന് കഴുകണം, പൊക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കല്ലിൽ ഇപ്പോൾ കഴുകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനും വാവയും കൂടി കുറച്ച് തുണികളാകുമ്പോൾ എല്ലാം കൂടി എടുത്തുകൊണ്ട് ആറ്റിൽ പോവും. ആറ്റിൽ പോയിട്ട് ഞാൻ തുണിയെല്ലാം കഴുകിയതിന് ശേഷം വാവേനെ അവിടുന്ന് കുളിപ്പിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു വീട്ടിൻ്റെ ആ ഒരു പുറക് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമുക്കറിയാവുന്നവരുടെ വീടാണ്. അപ്പോൾ അവിടെ പോയിട്ട് തുണിയൊക്കെ കഴുകി വാവേനെയൊക്കെ കുളിപ്പിച്ച് വരും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തുണികളെല്ലാം മടക്കി വെച്ചു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എനിക്ക് പണികളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.